ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മുടെ ഡേ 2 അറ്റ് ഊട്ടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ ഫുൾ കറക്കമുള്ള ദിവസമാണ്. അപ്പോൾ കംപ്ലീറ്റ് ഈ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഊട്ടിയിൽ മാക്സിമം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ, എനിക്ക് ഒട്ടും ബെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ കയ്യിലുള്ള ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നിട്ടൊക്കെയാണ് ഞാൻ ഇതിട്ടേക്കുന്നത്. അത്രയ്ക്കും തണുപ്പായിരുന്നു കേട്ടോ, എനിക്ക് ഒട്ടും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ നമുക്ക് ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ റൂഫ് ടോപ്പിലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. സോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് രാവിലെ വന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഗ്രാൻഡ് മാനർ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലാണ്. അത്യാവശ്യം നല്ല സ്റ്റേ ആണ്, നല്ല ടേസ്റ്റി ഫുഡുമാണ് കേട്ടോ. ഇവിടെ കുഞ്ഞ് സെറ്റപ്പാണ്, അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇതൊക്കെയാണ്: കോഫി, മിൽക്ക്, ചായ, പിന്നെ കോൺഫ്ലേക്സ്, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ് പൈനാപ്പിൾ ആയിരുന്നു, ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ ഇഡ്ഡലി, ചട്നി, പൂരി, പിന്നെ ചന മസാല, അല്ലെങ്കിൽ പൊട്ടാറ്റോ കറി, പിന്നെ ബോയിൽഡ് എഗ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല സ്പ്രെഡായിരുന്നു. പിന്നെ അതേ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് അവിടെ റൂഫിൽ. കുറേ ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തതേ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അപ്പോൾ എല്ലാവരും കളിക്കുന്നുണ്ട്. പിന്നെന്താ, നല്ല രസമായിരുന്നു ആ ഒരു വൈബിൽ തണുപ്പത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ചൂട് ഫുഡൊക്കെ ആയിരുന്നു, പക്ഷെ പുറത്തു കൊണ്ട് ഞങ്ങളെടുത്ത് കഴിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും നല്ല തണുത്ത് പോയിട്ടോ. അപ്പോൾ കുറച്ച് നേരം ആ വൈബിലൊക്കെ എൻജോയ് ചെയ്തിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ മാധുവിന് ഒരുപാട് ഇഷ്ടമായി ആ ഒരു വൈബ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറുകയാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് എവിടെ പോകണമെന്ന് ഞങ്ങളിങ്ങനെ നേരത്തെയൊക്കെ ഐറ്റിനറി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എവിടെ പോകണം എന്നൊക്കെയുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇന്നത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ദൊഡ്ഡബെട്ട എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ആസ് യൂഷ്വൽ എൻ്റെയും മാമുവിൻ്റെയും പ്രഹസനാണ്. മാമു ഭയങ്കര സാഡായിരുന്നു. ഒന്നാമത് മാമുവിന് ചുമയായിരുന്നു. ഈ ഒരു ക്ലൈമറ്റിൽ മാമുവിന് കുറച്ചും കൂടെ ചുമ കൂടി. പക്ഷേ മാക്സിമം എൻജോയ് ചെയ്യാൻ അവൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്കും ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളും ഇങ്ങനെ ഡെസ്പായിരുന്നാൽ ഇങ്ങനെ ട്രിപ്പ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ മെഡിസിനൊക്കെ കൊടുത്ത് അവളെ ഹാപ്പി ആക്കി ഇരുത്തി, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ട്രിപ്പ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് നമ്മൾ അവരുടെ ഒരു സ്കെഡ്യൂളിലേക്ക് മാറും, നമ്മുടെ കംപ്ലീറ്റ് സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം കുഞ്ഞുങ്ങളായിട്ടൊക്കെ യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ നമ്മൾ ആ ദൊഡ്ഡനബെട്ടയിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇവിടെ ഒരു ടോളുണ്ട് കേട്ടോ, ടോൾ പ്ലാസ. അപ്പം ഭയങ്കര വലിയ പ്ലാസ ടോളൊന്നും അല്ല, പക്ഷെ ഒരു കുഞ്ഞിതാണ്. അവിടെ നിന്ന് നമുക്ക് 20 or 40 or 80 ഇതിലേതോ ഒരു കാശാണ് നമ്മുടെ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പം ഓട്ടോ നമ്മുടെ ഫാസ്ടാഗ് വഴി ഡിഡക്റ്റ് ചെയ്തോളും, കയ്യിൽ നമ്മൾ കാശൊന്നും കരുതണ്ട. പക്ഷേ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു 20 rupees ഒരാൾക്ക് 20 അല്ലെങ്കിൽ രണ്ട് അഡൾട്ടിന് 20 അങ്ങനെ എന്നുമാണ് കേട്ടോ. അപ്പം നമ്മൾ കാശ് കൊണ്ട് നടക്കണം. ഗൂഗിൾ പേയിൽ അവിടെ റേഞ്ച് ഒട്ടും കിട്ടത്തില്ല. സോ നമ്മളത് ഒരു 50 രൂപ കൈ വെച്ചിരുന്നാൽ നമുക്ക് കാര്യം നടക്കും. ഓക്കെ, അപ്പോൾ അടിപൊളി വ്യൂ ആണ്. പോകുന്ന വഴിക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഫുൾ മഞ്ഞാണ്. ആക്ച്വലി ഒരു 9-10 മണി എന്തോ ആയി, എന്നിട്ട് ഫുൾ മഞ്ഞാണ്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഞാനിങ്ങനെ KL വണ്ടികളൊക്കെ ഉണ്ടോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോകുമ്പോൾ നമ്മുടെ സ്വന്തം സ്റ്റേറ്റിലെ നമ്പർ പ്ലേറ്റൊക്കെ നമ്മളിങ്ങനെ നോക്കില്ല. ഇത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസമല്ലേ, എന്തെന്നില്ലാത്തൊരു ആശ്വാസം കിട്ടൂല്ലേ. വെറുതെ ആണെങ്കിലും അവരെ നമ്മളെ മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല, ബട്ട് സ്റ്റിൽ നമുക്കൊരു ആശ്വാസമല്ലേ. KL വണ്ടി ഉണ്ടല്ലോ എന്നുള്ളത്. ഞാൻ അങ്ങനെ നോക്കുമായിരുന്നു. പോണ്ടിച്ചേരി തൊട്ടേ ഞാനിങ്ങനെ KL വണ്ടി നോക്കി വരുന്നു. അപ്പോൾ കാണുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ ഉണ്ണിയോട് KL വണ്ടി ഇങ്ങനെ പറയുമായിരുന്നേ. എന്തോ ഒരാശ്വാസം, അത്ര തന്നെ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ണിയോട് ചോദിക്കുമായിരുന്നു, ഈ മരങ്ങളൊക്കെ തനിയെ വീണതാണോ, ആരെങ്കിലുമൊക്കെ മുറിച്ചിട്ടതാണോ എന്നൊക്കെ. പിന്നെ ഇത് ഊട്ടിപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ സൈഡിലൊക്കെ. എനിക്ക് ഊട്ടിപ്പൂ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ പൂവുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് കാർ പാർക്കിംഗ് ആണ്. ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ടെങ്കിലും ആ സ്പേസിൽ കൊള്ളുന്നതിനേക്കാളും കൂടുതൽ വണ്ടികളാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഇവിടം തൊട്ടേ ഏകദേശം 1-2 കിലോമീറ്റർ ഇപ്പുറം തൊട്ടേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം, ഞങ്ങൾക്ക് റോഡ് സൈഡിൽ സ്ഥലം കിട്ടി. ഞങ്ങളുടെ കാറ് വന്നപ്പോഴത്തേക്ക് ഒരു ട്രാവലർ അവിടെ നിന്നെടുത്ത് മാറ്റി, അത് കാരണം ഞങ്ങൾക്ക് സ്ഥലം കിട്ടി.
ഇനി നിങ്ങൾ അവിടുത്തെ ആ വിശാലമായ പാർക്കിംഗ് ഏരിയയിലാണ് വണ്ടി ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ മനുഷ്യന് കാലുകുത്താൻ പോലും സ്ഥലമില്ല. വണ്ടികൾ അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കേണ്ടി വരും, ഒന്നാമത്തെ കാര്യം പാർക്കിംഗ് സ്പേസ് കിട്ടാൻ. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങാനും അവിടെ വണ്ടി പാർക്ക് ചെയ്തു എന്ന് വെക്കുക, നിങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലോ ബാക്കിലോ ഏതെങ്കിലും വണ്ടികൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടിട്ട് പോയാൽ ആ ഡ്രൈവർ അല്ലെങ്കിൽ ആ വണ്ടി ഓടിച്ച ആൾ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ആ വണ്ടി ഒന്ന് മാറ്റാനായിട്ട്. അപ്പോൾ നിങ്ങൾ റോഡ് സൈഡിൽ എവിടെയെങ്കിലും മറ്റു വണ്ടികൾക്ക് പോകുന്നതിൽ തടസ്സമാകാത്ത രീതിയിൽ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും സുഖം, ബാക്കിയുള്ളവർക്കും സുഖം. അപ്പോൾ ഇത് നമ്മൾ ദൊഡ്ഡബേട്ടയിലെ വ്യൂ പോയിന്റിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ തുടക്കം തന്നെ ഇത് ഇങ്ങനെ കുറേ ഷോപ്പിംഗ് സ്റ്റോൾസ് ഉണ്ട് നമുക്ക് രണ്ട് സൈഡിലുമായിട്ട്. നല്ല മഴ പെയ്യുണ്ടായിരുന്നേ, അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, കൂടാതെ നല്ല തണുപ്പും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ് മേടിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ടൗണിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ ലാഭം. കാരണം ഇവിടെയെല്ലാം കുറച്ചും കൂടെ കത്തിയാണ്. താഴെ 50 രൂപയ്ക്ക് കിട്ടുന്ന സാധനം മുകളിൽ വരുമ്പോൾ 100 രൂപ 120 രൂപ അങ്ങനെയൊക്കെ ആവും. കാശ് കൊടുക്കാൻ റെഡി ആണെങ്കിലൊക്കെ അവിടെ നിന്ന് മേടിച്ചോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഇതേ നമ്മൾ അങ്ങനെ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഈ ദൊഡ്ഡബെട്ട എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബിഗ് മൗണ്ടൻ എന്നാണ് കേട്ടോ. ബഡുഗു ലാംഗ്വേജിൽ ബിഗ് മൗണ്ടൻ എന്നാണ് പറയുന്നത്. ഇത് ഏകദേശം 2623 മീറ്റർ ഓൾട്ടിറ്റ്യൂഡുള്ള ഒരു പീക്കാണ്. ഇത് സീ ലെവലിൽ നിന്നും ഒരു 8600, ഏകദേശം ഇപ്പം ഞാനൊരു ഫോട്ടോ കാണിച്ചില്ലേ, അത്രയും ഫീറ്റാണ് ഇതിനുള്ളത്. പിന്നെ ഇത് നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ്, നീൽഗിരീസിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് നമ്മുടെ ഈ ദൊഡബെട്ട വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. സൺസെറ്റിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ രസം ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ താഴോട്ട് സ്റ്റെയർ ഇറങ്ങുവാണ്. അപ്പം ആ താഴോട്ട് പോകുമ്പോഴാണ് നമുക്ക് വ്യൂ പോയിൻ്റ് കിട്ടുന്നത്. അപ്പം വ്യൂ പോയിൻറ്റിൽ ശരിക്കും തിരക്കാണ്. പിന്നെ കുറേ വേസ്റ്റൊക്കെ അവിടെ ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഡയപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു ഗാർബേജ് ബാഗ് നിങ്ങളുടെ വണ്ടിയിലോ അല്ലെങ്കിൽ കയ്യിലോ കരുതുക. ഡയപ്പറൊക്കെ നിങ്ങൾ അതിനകത്ത് ഇട്ടിട്ട് നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലെങ്കിലും കൊണ്ടുപോയി വേസ്റ്റ് ബിന്നിലിടുക. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ദയവ് ചെയ്ത് ഇടരുത് പ്ലീസ്. അതൊരു റിക്വസ്റ്റാണ്. ഞാൻ പല സ്ഥലങ്ങളിലും, ഇപ്പം ഇവിടെ മാത്രമല്ല, ഞാൻ വേറെ എവിടെയാണ്, നമ്മുടെ ഈ കല്ലാർ ഡാമോ, നമ്മുടെ പൊന്മുടി പോകുന്ന വഴിക്ക് ഒരു വാട്ടർഫോൾ ഉണ്ട്, മീൻമുട്ടി വാട്ടർഫോൾസ്. അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഡയപ്പർ ഇട്ടേക്കുന്നത് കല്ലിൻ്റെ ഇടയ്ക്ക്. പിന്നെ നമ്മുടെ ഏഴാറ്റുമുഖം, നമ്മുടെ ആലുവയ്ക്കടുത്ത്, അവിടെ പോകുമ്പോൾ അവിടെയും ഞാൻ കണ്ടിട്ടുണ്ട് ആ വാട്ടർഫോളിൻ്റെ സൈഡിൽ ഇതുപോലെ ഡയപ്പേഴ്സ് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ വയനാടുള്ള ഒരു കുറുവ ദ്വീപ്, അവിടെയും പോയപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കുറേയേറെ ഡയപ്പേഴ്സ് അവിടെ കല്ലിൻ്റെ ഇടുക്കിലും അവിടെ ഇവിടെയൊക്കെ ഇടുന്നത്. ദയവ് ചെയ്ത് നിങ്ങളൊരു ഗാർബേജ് ബാഗ് ഹാൻഡി ആയിട്ട് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഈ ഡയപ്പേഴ്സൊക്കെ അവിടെ നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആ വീട്ടിലോട്ട് തിരിച്ചുകൊണ്ട് പോകാമല്ലോ, അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യാമല്ലോ, നിങ്ങളെപ്പോഴും ചെയ്യുന്ന രീതിയിൽ. ഇങ്ങനത്തെ പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസിൽ അല്ലെങ്കിൽ ഈ പ്രകൃതി മനോഹരമായ സ്ഥലത്ത് എന്തിനാണ് വെറുതെ ഇത് കൊണ്ടുവന്ന് ഇടുന്നത്, ഇല്ലേ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ല വിശപ്പടിച്ചു. ഞങ്ങളൊരു പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നു കേട്ടോ. അപ്പം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇതൊരു ഫൈൻ ഡൈൻ റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഫുൾ കോണ്ടിനെൻ്റൽ ഡിഷസാണ് ഉള്ളത്. എനിക്ക് ചോറ് കഴിക്കാനുള്ളൊരു ക്രേവിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കാരണം ഞങ്ങളിവിടെ എന്തായാലും വന്നു, വെറുതെ എഴുന്നേറ്റ് പോകുന്നത് ശരിയല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തു. അപ്പം ആ സൂപ്പ് കഴിക്കുന്ന പ്രഹസനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ സൂപ്പിൽ തൊടാൻ പോലും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സൂപ്പൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു മലബാർ റെസ്റ്റോറൻറ്റ്, എനിക്കറിയില്ല പേര്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ചോറും മീൻകറിയും കഴിച്ചു. അതൊരു മലയാളികൾ നടത്തുന്ന റെസ്റ്റോറൻറ്റാണ്. പക്ഷേ ടേസ്റ്റ് അത്ര മലയാളിത്തമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ലായിരുന്നു. പിന്നെ എന്ത് കിട്ടിയാലും കഴിക്കുന്നുള്ള അവസ്ഥയായിരുന്നതുകൊണ്ട് അത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളടുത്ത് ഷൂട്ടിംഗ് പോയിൻറ്റിലേക്കാണ് പോകുന്നത്, ഊട്ടിയിലെ ഷൂട്ടിംഗ് പോയിൻറ്റിലേക്ക്. ഈ പേര് വരാൻ കാരണം ഇവിടെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഐശ്വര്യ റായ്, വിക്രമിൻ്റെയൊക്കെ അങ്ങനൊരു സിനിമയില്ലേ, അപ്പം അതൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു ഷൂട്ടിംഗ് പോയിൻറ്റിലാണെന്നാണ് ഇവിടുത്തെ ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. അതുപോലെ കുറേ സിനിമ, നമ്മുടെ റോജ ഇല്ലേ, റോജ സിനിമയിലെ കാശ്മീർ രംഗങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റിട്ട് ഷൂട്ട് ചെയ്തതെന്നാണ് ഇവിടുത്തെ ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. അപ്പം ആ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
പോകുന്ന വഴിക്കുണ്ടോ ഞങ്ങളിങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ പശുവിനെയൊക്കെ വഴിയിൽ കെട്ടത്തില്ലേ, അതുപോലെയാണ് ഇവിടെ കുതിരകളെയൊക്കെ വഴിയിൽ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കുന്നല്ല, ഇങ്ങനെ കെട്ടിയേക്കുന്നത്. നമ്മുടെ നാട്ടിൽ പശുക്കളും ആടുകളൊക്കെ മേയുന്ന പോലെയാണ് ഇവിടെ കുതിരകൾ മേയുന്നത്. ആ കുതിര നിന്നതിൻ്റെ പാടത്ത് ഫുൾ കുറേ കുതിരകളുണ്ടായിരുന്നു. പിന്നെ ഇതാണ് തോന്നുന്നു ഊട്ടിയിലേക്ക്, എനിക്ക് ഓർമ്മയില്ല, എനിക്കറിയില്ല. അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കണ്ട ഒരു ഫോറിൻ കൺട്രിയിൽ നിൽക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ ആ ഫോട്ടോസിനൊക്കെ. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര ചെയ്തു. നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കുക. ഇവിടുത്തെ വണ്ടികൾ എങ്ങനെയൊക്കെയാണ് വളവിലൊക്കെ കയറി വരുന്നത്, അപ്പം സൂക്ഷിക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കാണ്. എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ എല്ലാവരും പോണ്ടിച്ചേരി ഊട്ടിയാണ് ചൂസ് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു. ഗോവയിലൊന്നും ആൾക്കാർ പോകണില്ല എന്ന് തോന്നുന്നു, അത്രയ്ക്കും തിരക്കായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ മലയാളികളായിരുന്നു കേട്ടോ. കേരളത്തിൻ്റെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലയിലെ ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കിയാണ് കേട്ടോ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷൂട്ടിംഗ് പോയിൻറ്റ്, ഒരു മൊട്ടക്കുന്ന്. ഇവിടെ വരുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഗൂഗിൾ പേ ഇല്ല. റേഞ്ച് ഇല്ല എന്നല്ല, ഗൂഗിൾ പേ ഇല്ല, ഓൺലൈൻ പേയ്മെൻറ്റേ ഇല്ല. അപ്പം നിങ്ങൾ കയ്യിൽ കാശ് കരുതുക. ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ കയറി അകത്ത്. അപ്പം ഗൂഗിൾ പേ ഇല്ലാത്തത് കാരണം, പിന്നെ ഞങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ലാത്തത് കാരണം ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ കയറാത്തത് എന്തുകൊണ്ട് നന്നായി, ഭയങ്കര മൊട്ടക്കുന്നും നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഓടിക്കളിക്കാം അത്ര തന്നെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്നതല്ലേ എന്ന് വെച്ചിട്ട്, അപ്പം എൻ്റെ മാധുവിനൊരാഗ്രഹം, കുതിരയെ കണ്ടപ്പോൾ തൊട്ട് അവൾക്ക് കുതിരയെ തൊടണം, കുതിരയുടെ മുകളിലിരിക്കണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു പണി തന്നു. എന്നോട് പറഞ്ഞു, നീ കുതിരപ്പുറത്തിരുന്ന് മാധുവിനെയും കൊണ്ട് പൊക്കോളാൻ. എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് വയ്യായിരുന്നു കേട്ടോ. പിന്നെ മാധു ആണെങ്കിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അവൾ നിർബന്ധം പിടിച്ച് കരയുമായിരുന്നു. അത് കുതിരയുടെ പുറത്ത് കാരണം എന്തൊക്കെ കള്ളം പറഞ്ഞ് വിഷയം മാറ്റാൻ നോക്കിയിട്ട് നടന്നില്ല. അവസാനം ഞങ്ങൾക്ക് നിവൃത്തിയില്ലാണ്ട് ഞാൻ തന്നെ ആ കുതിരയുടെ കൂടെ അവളെയും കൊണ്ട് പോകേണ്ടി വന്നു. അപ്പോൾ ഇവിടെ കുറേ കുതിരകളുണ്ട്. ഇവിടെ ഇങ്ങനെ ഓട്ടോ സ്റ്റാൻഡ് പോലെയാണ് കേട്ടോ. ആദ്യം ഒരു കുതിര പോയി വന്നാൽ പിന്നെ ബാക്കിലുള്ള അടുത്ത കുതിര വേണം പോകാനായിട്ട്, അല്ല ആ കുതിര തന്നെ പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ കുതിരകളും ഉണ്ട്, അല്ല പ്രൈവറ്റായിട്ട് കൊണ്ട് നടക്കുന്ന കുതിരകളും ഉണ്ട്. ഞാൻ ആദ്യം പോയത് ഗവൺമെൻറ്റിൻ്റെ കുതിരയിലാണ്. ഇതൊരു പ്രൈവറ്റായിട്ടുള്ള കുതിരയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് വരാനായിട്ട് 800 രൂപ എന്തോ ആണ്. പിന്നെ പീക്ക് വരെ, കുന്നിൻ്റെ പീക്കിൽ പോയാൽ നിങ്ങൾക്ക് ഊട്ടി സിറ്റി ഫുള്ള് കാണാൻ പറ്റും. അപ്പം അവിടെ വരെ പോകുന്നതിന് നിങ്ങൾക്ക് 1500 റുപ്പീസും ആണേ. അവിടെയാണ് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടോയ് ട്രെയിനാണ്. അപ്പോൾ ഊട്ടി വന്ന ടോയ് ട്രെയിനിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു തവണ കയറിയാൽ മതി കേട്ടോ, എപ്പോഴും കയറണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരു തവണ കയറുമ്പോൾ തന്നെ നിങ്ങളൊരു പരിഭവമാവും, നിങ്ങൾ എൻജോയ് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് രാവിലെ തൊട്ടുള്ള ടിക്കറ്റ് നോക്കി, പക്ഷേ കിട്ടിയില്ല. വൈകുന്നേരത്തുള്ളതിൽ ടിക്കറ്റ് കിട്ടി. കാരണം വൈകുന്നേരം പെട്ടെന്ന് ഇരുട്ടുന്നത് കൊണ്ട് അധികം ആരും വൈകുന്നേരം ചൂസ് ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഉദ്യാഗമണ്ഡൽ അങ്ങനെ സ്ഥലത്ത് ഞങ്ങൾ നോക്കിയിട്ട് ടിക്കറ്റ് കിട്ടിയില്ല. ലൗഡേയിൽ നിന്നാണ് നിങ്ങൾക്ക് ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ നോക്കിയില്ല, ആ ടിക്കറ്റ് എടുത്തു. പിന്നെ ഈ ലൗഡേയിൽ നിന്ന് കയറിയിട്ട് ട്രെയിൻ നിങ്ങളെ കൂണൂർ കൊണ്ടാക്കും. പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാൻ ട്രെയിനില്ല, തിരിച്ച് നിങ്ങൾ ഓട്ടോയിലോ ബസ്സിലോ എങ്ങനെയാ വെച്ചാൽ വരണം. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടും ലേറ്റ് ആയതുകൊണ്ടും ഞങ്ങൾ 3 പേരും കൂടി ട്രെയിനിൽ പോയാൽ അവിടെ നിന്ന് വരുന്നത് കുറച്ച് പണിയാണ്. അതുകൊണ്ട് ഞാനും മാധുവാണ് ട്രെയിനിൽ പോയത്. ഉണ്ണി ഹസ്ബൻഡ് ഇവിടെ നിന്ന് കാർ എടുത്തിട്ട് കൂണൂർ വന്ന് നിന്നു. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂണൂരിൽ നിന്ന് കാറിൽ തിരിച്ച് ഞങ്ങളുടെ സ്റ്റേയിലേക്ക് വന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. അപ്പം നിങ്ങളും അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുക. ഞങ്ങളുടെ കൂടെ വന്ന കുറേ പേരൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. കാറും കൊണ്ട് അവിടെ കുറേ പേര് അവരുടെ റിലേറ്റീവ്സ് നിൽപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓട്ടോയും കൊണ്ടൊക്കെ ആൾക്കാരെ നിൽപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ആ സമയത്ത് ഓട്ടോയും ബസ്സൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കിട്ടിയാൽ നല്ലത്. അപ്പോൾ അതേ നമ്മുടെ ട്രെയിൻ വന്നു. ഞങ്ങൾക്ക് D2 എന്ന് പറഞ്ഞൊരു ബോഗിയിലേക്കായിരുന്നു ടിക്കറ്റ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഈ ട്രെയിനിൽ നമ്മുടെ നോർമൽ ട്രെയിൻ പോലെ റിസർവ്ഡ്, ജനറൽ അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം കാണാൻ നല്ല ലുക്കായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതിനകത്ത് കയറി നോക്കണം. പിന്നെ ഓരോ ബോഗിക്കും ഓരോ TTR പോലെ ഓരോ ആൾക്കാരുണ്ടാവും കേട്ടോ. TTR അല്ല, TTR ഉണ്ടാവും, പ്ലസ് ഇങ്ങനെ ഫ്ലാഗ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവും. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു D2 ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതെ. അപ്പോൾ എൻ്റെ അടുത്ത് ഓടി വാ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ പുള്ളി പറഞ്ഞതനുസരിച്ച് പോയി അങ്ങോട്ട്. പിന്നെ TTR ഉണ്ട് കേട്ടോ. TTR നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം, വെരിഫൈ ചെയ്യും അങ്ങനെ. പിന്നെ ഞാനിങ്ങനെ ഉണ്ണിയുടെ അടുത്ത് ഫോൺ തായോ എന്ന് പറയുമായിരുന്നു. പിന്നെ ഉണ്ണിയുടെ അടുത്ത് ബായൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിൻ യാത്ര തുടർന്നു.
പിന്നെ ട്രെയിനിൽ കയറിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായത്, ഞങ്ങൾ ബുക്ക് ചെയ്തത് റോങ് സൈഡായിപ്പോയി. ആക്ച്വലി അപ്പുറത്തെ സൈഡായിരുന്നു ഫുൾ, അതായത് റൈറ്റ് സൈഡായിരുന്നു ഫുൾ വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നേ. അപ്പോൾ അവർ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഈ റൈറ്റ് സൈഡുള്ളവർ ഫുൾ ലെഫ്റ്റ് സൈഡുള്ളവരെ കളിയാക്കുമായിരുന്നു. നിങ്ങളുടെ വ്യൂ പോയിൻ്റ് എങ്ങനെയുണ്ട്, മല കുന്ന് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി വ്യൂ ഫുൾ റൈറ്റ് സൈഡായിരുന്നു, അവിടെ ആയിരുന്നു ഭംഗി ഫുൾ കേട്ടോ. ഇവിടെ നമുക്ക് ഫുൾ ഇങ്ങനെ മലയായിരുന്നു, ഒന്നും കാണാനുണ്ടായിരുന്നില്ല. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് വ്യൂ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ഇരുട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് അത്യാവശ്യമൊക്കെ കാണാൻ പറ്റി. വെറുതെ ആയില്ല ടിക്കറ്റ് എടുത്തത് എന്തായാലും. അപ്പോൾ ഞാനും അതും കൂടി ഇങ്ങനെ ഞാൻ അതിനടുത്ത് എൻജോയ് ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ച് തുടങ്ങി കേട്ടോ. ഇതെനിക്ക് പറ്റിയ ഒരു പണിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഭയങ്കര സ്ലോ ആയിരുന്നു ട്രെയിൻ. പിന്നെ ഒരു ഫസ്റ്റ് ടൈം നമുക്ക് കുറച്ചൊരു 10 മിനിറ്റ് നമുക്ക് മാക്സിമം ഇതിനകത്ത് ഇരിക്കാൻ പറ്റും. എനിക്ക് തോന്നി അടുത്ത സ്റ്റോപ്പിലെല്ലാം ഇറങ്ങിയാലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ ഉണ്ണി ഓൾറെഡി കൂടൂർ എത്തിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ ഇറങ്ങാനുള്ളൊരു ഇത് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഉള്ളതൊക്കെ വെച്ച് വേറെ വഴിയില്ല, എന്തായാലും ഇതിനകത്ത് ഇരുന്നേ പറ്റുള്ളൂ. അങ്ങനെ എൻജോയ് ചെയ്ത് എന്ത് ചെയ്തിരുന്നു, കുറേ നേരം ഇരുന്നപ്പോൾ എനിക്ക് തലവേദനിച്ച് തുടങ്ങി കേട്ടോ. തലവേദന വന്നാൽ പിന്നെ ഒരു രക്ഷയില്ല, എൻ്റെ ദിവസം പോയി കിട്ടും. കുറേ നേരം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് മാധു ഏകദേശം ഉറങ്ങി. മാധുവിനും ഇതുപോലെ കുറേ നേരം ഇങ്ങനെ ഐഡിയലായിട്ട് ഇരുന്നാൽ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ, നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമല്ലേ. അപ്പം അവൾക്കും ഉറക്കം വരും. അങ്ങനെ അവളും ഉറങ്ങി, എനിക്കും ഉറക്കം വന്നു. കുറച്ച് നേരം കണ്ണടച്ചൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഓരോ സ്റ്റെപ്പും പോകുന്നതും പിന്നെ ഗൂഗിളൊക്കെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു, ഇനി എത്ര സ്റ്റോപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഏകദേശം ഇരുട്ടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ കാട്ടുപോത്തിനെയൊക്കെ കണ്ടു കേട്ടോ പോകുന്ന വഴിയിൽ. അങ്ങനെ ഇരുന്നിരുന്ന് ഏകദേശം ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലൊക്കേഷൻ ഡെസ്റ്റിനേഷൻ എത്തിയേ കൂണൂരെത്തി. അവിടെ നിന്ന് ഉണ്ണി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഉണ്ണി പിക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ അമ്മാസ് കിച്ചണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. എനിക്കൊന്ന് വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാനിങ്ങനെ ഒരു നെയ് റോസ്റ്റും ഓർഡർ ചെയ്തു. അപ്പോൾ നല്ല നെയ് റോസ്റ്റായിരുന്നേ, നല്ല തക്കാളി ചമ്മന്തി, നാട്ടിലെ തക്കാളി ചമ്മന്തിയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ദോശയും കഴിച്ചു, 2 ലൈം ടീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു കേട്ടോ. നല്ല വിശപ്പായിരുന്നുകൊണ്ട് എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി കേട്ടോ. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം, കാരണം കുറച്ച് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. ഇനി നാളെ രാവിലെ നമുക്ക് പുറപ്പെടാനുണ്ട്. അപ്പോൾ ആ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. നാളെ പുതിയൊരു വ്ളോഗ് വേറെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ടാറ്റാ, ബൈ ബൈ.